അസ്സാം വലൈക്കും, വെൽക്കം ടു ഡി സി. അപ്പോൾ നമ്മൾ ഇന്ന് ഐലൻഡ് ഹോപ്പിങ്ങിനായിട്ട് പോകാനുള്ള പ്രിപ്പറേഷനിലാണ്. അപ്പോൾ ഇന്നത്തെ ഡേ നമ്മൾ ഈവനിങ് വരെ ഐലൻഡ് ഹോപ്പിംഗ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് രാവിലെ ഒരു കോഫിയെ കുടിച്ച് അതിന് ശേഷം ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവന്നു. അപ്പോൾ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഈ ഫിലിപ്പീൻസിൽ അവർ മാക്സിമം കൂടുതലും റൈസാണ് കഴിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റിൽ. അതേപോലെ തന്നെ ഇപ്പോൾ ബ്രോസ്റ്റഡ് ആണെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയാൽ ബണ്ണിന് പകരം റൈസാണ് കിട്ടുക. അപ്പോൾ കൂടുതലും ഇവിടെ റൈസ് ആയിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഐലൻഡ് ഹോപ്പിംഗ് സ്റ്റേഷനിലേക്കാണ്. അതായത് ഈ ഐലൻഡ് ഹോപ്പിംഗ് അതേപോലെ മറ്റുള്ള ആക്ടിവിറ്റീസിനൊക്കെ പോകുന്ന ഒരു സ്റ്റേഷൻ പോലെ ഒരു പ്ലേസ് ഉണ്ട്. ആ ഒരു സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. ഒരുപാട് ആൾക്കാരുണ്ട് ഈ ഒരു ഐലൻഡ് ഹോപ്പിംഗ് ചെയ്യാനായിട്ട്. അത് പല പല കമ്പനീസിൻ്റെ ആയിരിക്കും. അപ്പോൾ ഇവിടെ വന്നിട്ടാണ് നമ്മൾ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ വരികയാണെങ്കിൽ ഡയറക്റ്റായിട്ട് ഈ ഒരു സ്റ്റേഷനിലേക്ക് എത്തിയാൽ മതി. ഒരുപാട് ആൾക്കാർ ഐലൻഡ് ഹോപ്പിംഗ് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട്. ഇത് ആക്ച്വലി നമ്മുടെ ഫിലിപ്പീൻസ് മനിലയിൽ നിന്ന് വരെ ആൾക്കാർ ഈ ഒരു ബൊറാക്കി ഐലൻഡിലേക്ക് വരുന്നുണ്ട്. അത് ഒരു ട്രിപ്പ് ലൈക്ക് നമ്മൾ ബാലിയിലൊക്കെ പോവില്ലേ, അതേപോലെ മാൽദീവ്സൊക്കെ പോകുന്ന പോലെയാണ് ആ ഒരു വെക്കേഷൻ ടൈമിൽ ഈ ഒരു ബൊറാക്കി ഐലൻഡിലേക്ക് വരുന്നത്. ഇത് കൂടുതലും ഫിലിപ്പീൻസ് ആൾക്കാർ തന്നെയാണ്. ഫോറിനേഴ്സ് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. ഇതിപ്പോൾ വെറ്റ് സീസൺ ആയതുകൊണ്ട് കുറച്ച് ഫോറിൻ ആൾക്കാരൊക്കെ കുറവാണ്. എന്നാലും ആൾക്കാരുണ്ട് കേട്ടോ, കുറേ ആൾക്കാരുണ്ട്. പക്ഷേ നമ്മൾ സീസൺ ടൈം, അതായത് ഡ്രൈ സീസൺ ആകുമ്പോൾ ഒരുപാട് ഫോറിനേഴ്സ് ഫ്രം ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് വേൾഡ് ഈ ഒരു ബൊറാക്കി ഐലൻഡിൽ വരും. നമ്മൾ വളരെ ഫേമസ് ആയിട്ടുള്ള കുറേ ഐലൻഡ്സ് ഉണ്ട്, നിങ്ങൾക്കറിയാം. അവിടെയൊക്കെ നിങ്ങളൊന്ന് ഒഴിവാക്കി ഇതുപോലത്തെ ഒരു ഹിഡൻ ജെമ്മായിട്ടുള്ള കുറേ ഐലൻഡ്സ് ഉണ്ട്, അവിടെയൊക്കെ വരാൻ നോക്കുക. ഒരുപാട് നിങ്ങൾക്ക് ആക്ടിവിറ്റീസും അതേപോലെ ഒരുപാട് കാണാത്ത കാഴ്ചകളൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റും. കൂടുതൽ ആൾക്കാരും തായ്ലൻഡ് അതേപോലെ തന്നെ മാൽദീവ്സ്. ഇപ്പോൾ ഐലൻഡ് എന്നൊക്കെ പറയുമ്പോൾ കൂടുതലും ആൾക്കാർ അങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സോ വൈ യു ക്യാൻ ചൂസ് എ ഡിഫറെൻറ്റ് വൺ. സോ യു ക്യാൻ ചൂസ് ദിസ്. കംപ്ലീറ്റ്ലി വേർത്താണ്. ഇപ്പോൾ നമ്മൾ വന്നിട്ട് എത്ര ഡേയ്സ് നമ്മളിവിടെ സ്പെൻഡ് ചെയ്താൽ പോലും നമുക്കത് വേർത്താണ്. ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്, അതേപോലെ തന്നെ എൻജോയ്മെൻറ്റ്, ഒരുപാട് പബ്ബ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ യു ക്യാൻ എൻജോയ് ദാറ്റ്. അതേപോലെ നല്ല ആൾക്കാരാണ് ഈ ഒരു ബൊറാക്കി ഐലൻഡിലെ. എന്താ പറയുക, നല്ല ഹെൽപ്പിംഗ് ആയിട്ടുള്ള ഒരാൾക്കാരാട്ടോ ഈ ഒരു ബൊറാക്കി ഐലൻഡ്. നമുക്ക് എന്ത് സഹായം വേണമെങ്കിലും അവർ ചെയ്തു തരും. സോ സേഫ് ആണോയെന്ന് ചോദിച്ചാൽ കംപ്ലീറ്റ്ലി സേഫായിട്ടുള്ള ഒരു ഐലൻഡ് ആട്ടോ ഈ ഒരു ബൊറാക്കി ഐലൻഡ്. അവിടുത്തെ ഫുഡാണെങ്കിൽ പോലും നല്ല ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു അതായത് നമ്മുടെ ഈ ഒരു ഐലൻഡില്ലേ, ഈ ഒരു ഐലൻഡിൽ സ്റ്റേഷൻ 1 സ്റ്റേഷൻ 2 അങ്ങനെ പല സ്റ്റേഷൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഉള്ളിലായിട്ട് ഒരുപാട് ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇന്ത്യൻസ് ആണെങ്കിൽ പോലും ഫുഡിന് പ്രശ്നമൊന്നും വരില്ല. ഏത് ടൈപ്പ് ഫുഡ് വേണമെങ്കിലും ഇവിടെ അവൈലബിൾ ആണ്. നമ്മൾ ഐലൻഡ് ഹോപ്പിങ്ങിന് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ കുറേ ആൾക്കാർ ഈ ഒരു പാരാഗ്ലൈഡിങ് ചെയ്യുന്നുണ്ട്. നല്ല ഭംഗിയാട്ടോ കാണാനായിട്ട്. ഈ ഒരു ക്ലൈമറ്റിലാണെങ്കിൽ പോലും ഒരുപാട് ആക്ടിവിറ്റീസ് ആൾക്കാർ ചെയ്യുന്നുണ്ട്. ഇത് കംപ്ലീറ്റ്ലി സേഫ് ആൻഡ് നമുക്ക് നല്ല എന്താ പറയുക, നമുക്ക് അത്രയും പ്രൊട്ടക്റ്റീവായിട്ടാണ് കേട്ടോ നമ്മുടെ ഗ്രൂപ്പിൽ ആൾക്കാർ നമ്മളെ കൊണ്ടുപോകുന്നത്. അതേപോലെ തന്നെ ഒരുപാട് നാഷണാലിറ്റീസ് ഒക്കെ ഉണ്ട് ഈ ഒരു ബോട്ടിൽ. അപ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ചാണ് ഈ ഒരു ട്രിപ്പിന് പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ വേറെ ഐലൻഡിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ കുറച്ച് എന്താ പറയുക, ഐലൻഡ് അതായത് ബീച്ചിൽ നമ്മളെ കൊണ്ടാക്കിയിട്ട് നമ്മൾ കുറച്ച് നേരം അവിടെ ചിലവഴിച്ചതിന് ശേഷം നമ്മൾ വേറെ ഐലൻഡിൽ പോകും. എനിക്കൊന്ന് ടോട്ടൽ 3 ഐലൻഡ്സ് ആട്ടോ ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കായിട്ട് ഒരുപാട് ആക്ടിവിറ്റീസ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യം കേട്ടോ ഈ ഒരു എന്താ പറയുക ഒരു ഐലൻഡ് ഹോപ്പിംഗ് എന്നുള്ളത്. എനിക്ക് അത്രയ്ക്കും ഇഷ്ടപ്പെട്ടു. കാരണം നല്ല വൈബാണ്. ഒരുപാട് നാഷണാലിറ്റി ആൾക്കാരുടെ കൂടെ, നമ്മളറിയാത്ത ആൾക്കാരുടെ കൂടെ കുറേ സമയം സ്പെൻഡ് ചെയ്യുന്നു, പരിചയപ്പെടുന്നു, അതേപോലെ തന്നെ ഒരുമിച്ച് ആക്ടിവിറ്റീസ് ചെയ്യുന്നു, ഒരുമിച്ച് ഫുഡ് കഴിക്കുന്നു. ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ്. അപ്പോൾ എല്ലാവരും എന്താ പറയുക ഇതേപോലത്തെ ആക്ടിവിറ്റീസിനൊക്കെ പങ്കെടുക്കുക. നിങ്ങൾക്ക് ഒരുപാട് ലൈഫിൽ മാറ്റങ്ങളും അതേപോലെ ഒരുപാട് എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ വരും. അതുപോലെ ഞാൻ ഈ ഒരു ബോട്ടിൽ എന്താ പറയുക ഒരു 2 ബ്രിട്ടീഷ് ലേഡീസിനെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇറ്റ്സ് കംപ്ലീറ്റ്ലി എന്താ പറയുക ഒരു നൈസ് കോൺവെർസേഷൻ ആയിരുന്നു. അവർക്കൊരു എനിക്ക് തോന്നുന്നു ഒരു 55-60 ഏജ് കാണും എന്തായാലും. ഈ ഒരു ഏജിലും അവർ കപ്പിൾസായിട്ടാണ് കേട്ടോ വന്നത്. അപ്പോൾ അവർ ജപ്പാൻ അതേപോലെ കൊറിയ അവിടെ നിന്നൊക്കെ ലൈക്ക് ഡയറക്റ്റായിട്ട് റൗണ്ട് അടിക്കുകയാണ്, ലൈക്ക് ഒരു വേൾഡ് ട്രിപ്പ് പോലെ. വളരെ എക്സ്പീരിയൻസ് അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ആൾക്കാരുടെ എക്സ്പീരിയൻസ് ചോദിക്കുക, നല്ല രസമാണ്.
അപ്പോഴാണ് നമ്മുടെ കോക്കനട്ട് വാട്ടർ വരുന്നത്. ഇത് വളരെ കാമിങ് ആയിട്ടുള്ളൊരു സംഭവം കേട്ടോ. നമ്മൾ ഈ ഒരു ഐലൻഡ് ഹോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ ഇവർ നമുക്ക് ഇതേപോലത്തെ ഒരു സെറ്റപ്പിലായിട്ട് നമുക്ക് കോക്കനട്ട് വാട്ടറൊക്കെ കൊണ്ടുതരും. ഇത് നമ്മൾ പേ ചെയ്യണം. പേ ചെയ്താൽ പോലും ഈ ഒരു വൈബിന് 100% വേർത്താട്ടോ. ഈ ഒരു ഐലൻഡ് നടുക്കൊക്കെ നിന്നിട്ട് നമ്മൾ കോക്കനട്ട് വാട്ടർ സിപ്പ് ചെയ്ത് എല്ലാം എൻജോയ് ചെയ്യാന്ന് പറയുമ്പോൾ ഈ ഒരു സമയത്ത് അവിടെ ആക്ടിവിറ്റി നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും, ഓരോരുത്തരായിട്ട് ഇറങ്ങുന്നുണ്ട്. ലൈക്ക് നമുക്ക് ഫിഷിനെയൊക്കെ കാണാൻ പറ്റും. സോ നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് ആ സമയത്താണ് ഈ കോക്കനട്ട് വാട്ടർ കൊണ്ടുവരുന്നത്. ഈ ആക്ടിവിറ്റീസൊക്കെ ചെയ്ത് ക്ഷീണിച്ചവർക്ക് ഒരു കോക്കനട്ട് വാട്ടർ കുടിച്ച് ഒന്നും കൂടെ റിഫ്രഷായി അടുത്ത ആക്ടിവിറ്റീസിലോട്ട് പോകാൻ അത് ബെസ്റ്റാണ്. ഇനി കേട്ടോ നമ്മുടെ മെയിൻ സംഭവം നമ്മൾ ലഞ്ചിന് ഒരു കൊണ്ടുപോവാണ്. ഇനി സീ ഫുഡ് ഫെസ്റ്റിവലാണ് നടക്കുന്നത്. അപ്പോൾ ഇതിനെല്ലാം കൂടെ ആട്ടോ നമ്മളിതിന് പേ ചെയ്യുന്നത്. അധികം എമൗണ്ടൊന്നും വരുന്നില്ല, ബട്ട് ഇറ്റ്സ് കംപ്ലീറ്റ്ലി വർത്ത്. അതായത് നമ്മൾ കുറേ ആക്ടിവിറ്റീസ്, കുറേ ഐലൻഡിൽ പോന്നു, അതുപോലെ അവിടെ നിന്നൊക്കെ പർച്ചേസ് ചെയ്യുന്നു. നമ്മൾ ലഞ്ചിന് ഒരു എന്താ പറയുക വലിയൊരു സീ ഫുഡ് ഫെസ്റ്റിന് കൊണ്ടുവരുന്നു. അവിടെ നിന്ന് ഇഷ്ടമുള്ളതൊക്കെ നമ്മൾ കഴിക്കുന്നു. ആൻഡ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കുറച്ച് ആക്ടിവിറ്റീസൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ആട്ടോ എല്ലാവരും. അപ്പോൾ പല പല ഗ്രൂപ്പ്സും ഒരുപാട് ആൾക്കാർ, നമ്മുടെ ഗ്രൂപ്പ് മാത്രമല്ല ഒരുപാട് ഗ്രൂപ്പ്സ് ആൾക്കാർ കാണും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ക്യൂ ആയിട്ട് നിന്നിട്ടാട്ടോ വാങ്ങുന്നത്. ഇറ്റ്സ് കൈൻഡ് പെർഫെക്റ്റ്. അപ്പോൾ ഈ ഒരു വ്യൂ നിങ്ങൾ കണ്ടില്ലേ, നല്ല രസമാണ്. നമ്മൾ അവിടെ നിന്ന് കാണുമ്പോഴാണ് അതിൻ്റെ ബ്യൂട്ടി നമുക്ക് മനസ്സിലാവുന്നത്. ആൻഡ് ദിസ് ഈസ് അവർ ലഞ്ച്. ഇത് ഇവരുടെ മെയിൻ എന്താ പറയുക, ഞാൻ പറഞ്ഞു ഓൾറെഡി ഇവർക്ക് റൈസ് ഇല്ലാത്ത സംഭവമില്ല. സോ ഫസ്റ്റ് റൈസ് ആയിരുന്നു. ആൻഡ് ദെൻ ഒരുപാട് കാര്യങ്ങളൊക്കെ ഫിലിപ്പീൻ സ്പെഷ്യൽ ഒരുപാട് ഫുഡ് വന്നു. ആൻഡ് ഇറ്റ്സ് ടോട്ടലി അമേസിങ്. പ്രോൺസ് ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ ബീഫ്, പോർക്ക് കഴിക്കുന്നവർക്ക് കഴിക്കാം, കഴിക്കാത്തവർക്ക് കഴിക്കാം. ഇറ്റ്സ് ഓൾ അപ് ടു യു. ആൻഡ് ഫിഷ് പൊള്ളിച്ചത്. ആൻഡ് ഞാൻ ഇത്രയാട്ടോ എടുത്തത്. ആൻഡ് ദിസ് ഈസ് അവർ സീ ഫുഡ്. യെസ്, പ്രോൺസൊക്കെ അടിപൊളിയാണ്, നമുക്കൊന്നും പറയാനില്ല, അത്ര ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ വേറെ ഒരു ഐലൻഡിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും കയറുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ഐലൻഡിലേക്കാണ് നമ്മളിനി പോകുന്നത്. അപ്പോൾ നിങ്ങളിതിൻ്റെ ഭംഗി കാണുന്നുണ്ടോ? ഇറ്റ്സ് കംപ്ലീറ്റ്ലി മാജിക്കൽ ഗൈസ്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇറ്റ്സ് ടോട്ടലി വർത്ത്. നല്ല രസമാട്ടോ കാണാനായിട്ട്. അതേപോലെ ഇവിടുത്തെ ആൾക്കാർ കാരണം എടുത്തു പറയേണ്ടതാണ്. എല്ലാവരും എന്താ പറയുക, ഫിഷർമാൻ ആയാലും എല്ലാ ആൾക്കാരും നല്ല രസമാണ്. അപ്പോൾ നമ്മൾ വേറെ ഐലൻഡിൽ വന്നേക്കാണ്. അപ്പോൾ എല്ലാ ഐലൻഡിലും അവർ സാൻഡ് വെച്ചിട്ട് ബൊറാക്കി എന്ന് എഴുതിയിട്ടില്ല, അതൊരു ആർട്ടാണ്. അത് ആ സാൻഡ് വെച്ചിട്ട് ഇവർ മേക്ക് ചെയ്തതാണ്, ആർട്ടിസ്റ്റ് മേക്ക് ചെയ്യുന്നതാണ്. അതിന് നമ്മൾ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുക്കണമെങ്കിൽ പെയ്ഡാണ്, പൈസ കൊടുത്താൽ അവർ ഫോട്ടോ എടുത്ത് തരും. അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ക്യാമറയിലാണെങ്കിൽ നമുക്ക് എടുക്കാം, അവർ സമ്മതിക്കുകയാണെങ്കിൽ. ആൻഡ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഈ ഒരു ഐലൻഡ് നടക്കാം. അപ്പോൾ ഓരോരോ ഐലൻഡിന് ഓരോരോ പേരുണ്ട് കേട്ടോ. അപ്പോൾ പല പേരുകളാണ് ഓരോ ഐലൻഡിനും. ലാസ്റ്റ് നമ്മൾ ബൊറാക്കി ഐലൻഡിലേക്ക് അവരാക്കിത്തരും. അതായത് സ്റ്റേഷൻ 1, സ്റ്റേഷൻ 2 പല പല ഡിഫറെൻറ്റ് നെയിംസാണ്. സോ അവിടെ നമ്മളെ ആക്കിത്തരും.
നമ്മളിങ്ങനെ ഈ ഒരു ഐലൻഡിൽ നടക്കുമ്പോൾ കേട്ടോ ഇവിടുത്തെ തന്നെ ഷെല്ല് ഇവർ കളക്ട് ചെയ്ത് ഓർണമെൻറ്റ്സ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരാളെ കണ്ടത്. അപ്പോൾ എന്താ പറയുക, നല്ല ഭംഗിയുള്ള ഓർണമെൻറ്റ്സ് കേട്ടോ, അത് ഷെൽസ് കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഒരു 2-3 ഐറ്റംസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ. അവരുടെ ഹാർഡ് വർക്ക് എന്തായാലും നമ്മൾ സമ്മതിച്ചേ പറ്റൂ. അപ്പോൾ നമ്മൾ ഓർണമെൻറ്റ്സ് ഒക്കെ വാങ്ങി നമ്മുടെ ബാക്ക് ടു ഐലൻഡിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇത് ഇവിടുത്തെ മെയിനായിട്ടുള്ള സ്വീറ്റ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഇറങ്ങിയപ്പോൾ കണ്ട ഒരു എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇത് കഴിഞ്ഞ ആൾക്കാർ കഴിക്കുന്നുണ്ട്, ലൈക്ക് ലെമണായിട്ടാട്ടോ ഇവർ കഴിക്കുന്നത്. എൻ്റെ അറിയാവുന്ന ആൾക്കാർ എന്നെ കമൻറ്റ് ചെയ്യും. ആൻഡ് നമ്മൾ നമ്മുടെ മെയിൻ ഐലൻഡ്, അതായത് നമ്മൾ ഇറങ്ങിയ മെയിൻ ഐലൻഡിലേക്ക് തന്നെ എത്തിയിരിക്കുകയാണ് ബാക്ക്. നമ്മൾ ഇറങ്ങിയപ്പോൾ കണ്ട ഒരു കാഴ്ച കേട്ടോ ഈ ഒരു ഐലൻഡിൽ, അതായത് നമ്മളെ മെയിൻ ബൊറാക്ക ഐലൻഡിൽ. നല്ല രസമുണ്ട്. ഇയാൾ ഈ ഒരു സാൻഡ് വെച്ചിട്ട് ലൈക്ക് ഒരു വീടുണ്ടാക്കുക കേട്ടോ. എത്ര പെർഫെക്ഷനോടാണല്ലോ ഉണ്ടാക്കുന്നത്. ആൻഡ് നമ്മൾ ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഒരു കോഫിയൊക്കെ വാങ്ങി ഇങ്ങനെ എന്താ പറയുക വേവ്സൊക്കെ കണ്ടിരിക്കുകയാണ്. ഇറ്റ്സ് കൈൻഡ് ഡിഫറെൻറ്റ് ഫീലിംഗ് ആണ് കേട്ടോ. ഇങ്ങനെ കടൽ നോക്കി ഒരു കോഫി സിപ്പ് ചെയ്തിരിക്കുക എന്ന് പറയുമ്പോൾ എന്താ പറയുക, ഇറ്റ്സ് ലൈക്ക് വെരി സൂത്തിങ്. അപ്പോൾ നമുക്ക് കുറച്ചൊന്ന് നടക്കാം. അപ്പോൾ അങ്ങനെ കുറേ ഷോപ്സൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. വളരെ ബ്യൂട്ടിഫുൾ ആൻഡ് സൂത്തിങ് ആയിട്ടുള്ളൊരു ക്ലൈമറ്റ് ആട്ടോ. നമുക്കെല്ലാം എൻജോയ് ചെയ്ത് ഇങ്ങനെ പതുക്കെ എന്താ ഒരു കോഫിയൊക്കെ സിപ്പ് ചെയ്ത് നടക്കാം. നല്ല ക്ലൈമറ്റാണ്. അതേപോലെ തന്നെ കുറേ ഷോപ്സ് ഉണ്ട്. ഈ ഷോപ്സൊക്കെ ഈ ഒരു ഐലൻഡിലാണെങ്കിൽ പോലും ഞാൻ ഇതുവരെ ഒരു ഐലൻഡിൽ പോയിട്ടും ഇത്രയും ഫാഷനബിൾ ആയിട്ടുള്ള ഒരു ബീച്ച് എസ്തറ്റിക് ഡ്രസ്സ് ആയാലും ഓർണമെൻറ്റ്സ് ആണെങ്കിലും ഒന്നും കണ്ടിട്ടില്ല. നമുക്ക് അത്രയും അടിപൊളിയായിട്ടുള്ള ലേറ്റസ്റ്റ് ഫാഷൻസ് ആട്ടോ ഈ ഒരു ഐലൻഡിൽ ഇവർ എന്താ പറയുക വിൽക്കാൻ വെച്ചേക്കുന്നത്. ഇറ്റ്സ് കംപ്ലീറ്റ്ലി വർത്ത്. നിങ്ങളവിടെ പോയിട്ട് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഈവൻ ബോഡി കെയർ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് അവിടെ എന്താ പറയുക വാങ്ങാൻ പറ്റും. ഞാൻ കുറേ ബോഡി കെയർസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ലൈക്ക് ഫിലിപ്പീൻസ് ആൻഡ് നമ്മുടെ തായ്ലൻഡിലെ മെയിൻ ബോഡി പ്രോഡക്റ്റ്സ് ആയിട്ട് ഇവിടെ നമുക്ക് കിട്ടുന്നത്. ലൈക്ക് ഇവിടുത്തെ വാട്സൺ കംപ്ലീറ്റ്ലി വലിയൊരു ഷോറൂമാണ് ബോഡി കെയർസിൻ്റെ. അപ്പോൾ നമ്മുടെ ഐലൻഡ് ഹോപ്പിങ്ങിന് ശേഷം വാക്കിങ് കഴിഞ്ഞ് നമ്മളിവിടേക്ക് ഒന്ന് എൻജോയ് ചെയ്തിട്ട് ഇനി നേരെ നമ്മൾ നമ്മുടെ ഹോട്ടലിലേക്ക് പോവുകയാണ്. അവിടെ ചെന്ന് കുറച്ച് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ അവിടുത്തെ ഒരു സറൗണ്ടിങ്സ് ഒക്കെ ഒന്ന് എൻജോയ് ചെയ്ത് ഇരിക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതിന് വരെ ബൈ.